പ്രിയപ്പെട്ടവരെ, സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ വർഷമായി പ്രഖ്യാപിക്കപ്പെട്ട 2025-26 അക്കാദമിക് വർഷം ഒന്നിച്ച് ഒന്നായി ഒന്നാവാം എന്ന മുദ്രാവാക്യവുമായാണ് കേരള വിദ്യാഭ്യാസ വകുപ്പ് പ്രവേശനോത്സവത്തിനൊരുങ്ങിയത്. നവാഗതരെ വരവേറ്റുകൊണ്ട് അന്നത്തെ മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ ശ്രീമതി വി മുംതാസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച വിദ്യാലയത്തിന്റെ പ്രവേശനോത്സവം നിറഞ്ഞ സദസ്സിലും വിദ്യാലയ അങ്കണത്തിലുമായി ആഘോഷപൂർവ്വം നടത്തി. ഒന്നിച്ച് ഒന്നായി ഒന്നാവാം എന്ന മുദ്രാവാക്യം ഈ അധ്യയന വർഷം മുഴുവൻ മുറുകെ പിടിച്ച പ്രവർത്തനമായിരുന്നു പിന്നീടങ്ങോട്ട് ടീം MCUP ഒറ്റക്കെട്ടായി പിന്തുടർന്നത്. മുൻ പ്രധാന അധ്യാപിക പി ശാരദാമണി ടീച്ചർ വിരമിച്ച ഒഴിവിൽ KN ആശാലത ടീച്ചർ പ്രധാന അധ്യാപികയായി ഈ വർഷം ചുമതലയേറ്റെടുത്തു. സുവർണ നേട്ടങ്ങളുടെ ഒരുപിടി നാഴികക്കല്ലുകൾ ഈ അധ്യയന വർഷം തുന്നിച്ചേർത്താണ് മുണ്ടേരി സെൻട്രൽ ചരിത്രമെഴുതിയത്. അറിവരങ്ങുകളിലും സർഗവേദിയിലും ഒരുപോലെ എഴുതിയ ചരിത്ര വിജയത്തിന് നാടും നാട്ടുകാരും സാക്ഷ്യം വഹിച്ചു. LSS USS പരീക്ഷയുമായി ബന്ധപ്പെട്ട് വർഷം മുഴുവൻ നീണ്ടുനിന്ന അതിതീവ്ര പരിശീലനത്തിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾ നേടിയെടുത്തത് കണ്ണൂർ നോർത്ത് സബ് ജില്ലയിലെ ഏറ്റവും ഉയർന്ന വിജയശതമാനമാണ്. 90% വിജയത്തോടെ 27 കുട്ടികൾ USSനും 7 കുട്ടികൾ LSSനും യോഗ്യത നേടി. ഒപ്പം USSൽ സബ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന നേട്ടവും 6 കുട്ടികളിലൂടെ വിദ്യാലയം കരസ്ഥമാക്കിയത് അഭിമാനാർഹമായ ചരിത്രമായി മാറി. ഈ അധ്യയന വർഷം സബ് ജില്ലാ തലത്തിൽ നടന്ന വിവിധ കലാശാസ്ത്ര മേളകളിൽ നിരവധി വിദ്യാലയങ്ങളെ പിന്തള്ളി നമ്മുടെ വിദ്യാലയം ചാമ്പ്യൻഷിപ്പ് നേടിയെടുത്തു. UP ജനറൽ വിഭാഗം ഓവറോൾ 1-ാം സ്ഥാനം, LP ജനറൽ വിഭാഗം ഓവറോൾ 2-ാം സ്ഥാനം, UP അറബിക് ഓവറോൾ 2-ാം സ്ഥാനം, LP അറബിക് സെക്കൻഡ് റണ്ണറപ്പ്, സംസ്കൃതോത്സവം തേർഡ് റണ്ണറപ്പ് ഉൾപ്പെടെ നിറഞ്ഞ അഭിമാനത്തോടെ ഒത്തിരി മികവുകൾ ടീം MCUP കലോത്സവ വേദിയിൽ അടയാളപ്പെടുത്തി ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത് ഇഞ്ചോടിഞ്ച് പൊരുതി മുന്നേറിയ നിരവധി വിദ്യാലയങ്ങളെ പിന്തള്ളിക്കൊണ്ടായിരുന്നു. UP വിഭാഗം സംസ്കൃത സംഘഗാനം, UP വിഭാഗം അറബിക് കഥ പറയൽ എന്നീ ഇനങ്ങൾ ജില്ലാതല മത്സരത്തിന് യോഗ്യത നേടി. 2 ഇനങ്ങളിലും A ഗ്രേഡ് കരസ്ഥമാക്കി. 1-ാം സ്ഥാനത്തോടെ ഫാത്തിമത്തുൽ നാജിയ UP വിഭാഗം കഥ പറയൽ ജില്ലാതല ജേതാവായി. സബ് ജില്ലാ കലോത്സവങ്ങളിൽ മത്സരിച്ച 95% ഇനങ്ങളിലും A ഗ്രേഡ് കരസ്ഥമാക്കാൻ കുട്ടികൾക്ക് സാധിച്ചു. ഒക്ടോബർ 13-14 തീയതികളിലായി കണ്ണൂരിൽ വച്ച് നടന്ന ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ IT മേളകളിൽ വിദ്യാലയം ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് കരസ്ഥമാക്കിയത്. LP സോഷ്യൽ സയൻസ് IT മേളകളിൽ ഓവറോൾ 2-ാം സ്ഥാനവും UP സോഷ്യൽ സയൻസ് UP പ്രവൃത്തി പരിചയ മേളയിൽ ഓവറോൾ 3-ാം സ്ഥാനവും വിദ്യാലയം കരസ്ഥമാക്കി. UP ഗണിതശാസ്ത്ര മേളയിൽ ഓവറോൾ 4-ാം സ്ഥാനവും വിദ്യാലയം നേടി. കലാമേളയിലെ പോലെ തന്നെ മത്സരിച്ച 95% ഇനങ്ങളിലും കുട്ടികൾ A ഗ്രേഡ് കരസ്ഥമാക്കി. സോഷ്യൽ സയൻസ് മേളയിൽ LP ചാർട്ട് മത്സരത്തിൽ 4C ക്ലാസ്സിലെ ആയിഷ TP, മുഹമ്മദ് സയാൻ KC എന്നിവർ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. LP വിഭാഗം ആൽബം നിർമ്മാണത്തിൽ ആദിശ്രീ K, ദേവന KP, UP വർക്കിംഗ് മോഡലിൽ ധൻശ്യാം, ധ്യാൻ കൃഷ്ണ എന്നിവർ 2-ാം സ്ഥാനം നേടി. IT വിഭാഗം ഡിജിറ്റൽ പെയിന്റിംഗിൽ ആയിഷ MT ജേതാവായി. വർക്ക് എക്സ്പീരിയൻസ് മേളയിൽ അംബ്രല മേക്കിംഗിൽ ഷസ മറിയം 2-ാം സ്ഥാനം, സ്റ്റഫ്ഡ് ടോയ്സ് LP മുഹമ്മദ് അബ്സർ 2-ാം സ്ഥാനം, ത്രെഡ് പാറ്റേൺ UP മുഹമ്മദ് MP 2-ാം സ്ഥാനം, പേപ്പർ ക്രാഫ്റ്റ് UP അൻവിത 2-ാം സ്ഥാനം, ഫാബ്രിക് പെയിന്റിംഗിൽ അബ്ദുൾ മുവൈസ് 3-ാം സ്ഥാനം, വേസ്റ്റ് മെറ്റീരിയൽ UP ഷാൻവിയ 2-ാം സ്ഥാനം, വേസ്റ്റ് മെറ്റീരിയൽ LP ആഷി ജിദിൻ 3-ാം സ്ഥാനം. ഗണിതശാസ്ത്ര മേളയിൽ UP വിഭാഗം പസിൽ ആഗ്നേയ K 3-ാം സ്ഥാനം, ഗണിത ക്വിസ് ഫാത്തിമത്തുൽ നാജിയ UP വിഭാഗം 3-ാം സ്ഥാനം, LP വിഭാഗം ഗണിത ക്വിസിൽ സബീൽ റിഷാദ് 3-ാം സ്ഥാനം, LP വിഭാഗം ജോമെട്രിക്കൽ ചാർട്ടിൽ ഫാത്തിമ PA 3-ാം സ്ഥാനം, മാധവ പേപ്പർ പ്രസന്റേഷൻ സിയ ഫാത്തിമ 2-ാം സ്ഥാനം, സയൻസ് ഫെയറിൽ സ്റ്റിൽ മോഡൽ UP സനസ് പ്രശാന്ത് ആൻഡ് തേജിൽ ടീം 3-ാം സ്ഥാനം എന്നിവ കരസ്ഥമാക്കി. സബ് ജില്ലാ കായികമേളയിൽ വിദ്യാലയത്തെ പ്രതിനിധീകരിച്ച് ലോങ് ജമ്പിൽ പങ്കെടുത്ത അനീറ്റ E 1-ാം സ്ഥാനം നേടിയത് മിന്നുന്ന നേട്ടമായി മാറി. മുണ്ടേരിയുടെ മണ്ണിലേക്ക് കപ്പുമായി എത്തി നാടിന്റെ യശസ്സുയർത്തിയ മുണ്ടേരി സെൻട്രലിന്റെ പ്രതിഭകളെ അനുമോദിക്കുന്നതിനു വേണ്ടി മുണ്ടേരിമൊട്ട ടൗൺ കേന്ദ്രീകരിച്ച് വൻ വിജയാഘോഷ റാലി സംഘടിപ്പിച്ചു. മുത്തുക്കുടയും തോരണവും വാദ്യമേളവും അകമ്പടിയേകിയ ഘോഷയാത്രയിൽ ജനപ്രതിനിധികൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ, മുഴുവൻ കുട്ടികൾ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. അലിഫ് അറബിക് ടാലന്റ് സബ് ജില്ലാതല പരീക്ഷയിൽ 7-ാം തരം വിദ്യാർത്ഥി അഫ്ര മുസ്താഖ് 1-ാം സ്ഥാനം കരസ്ഥമാക്കി ജില്ലാ തലത്തിലേക്ക് യോഗ്യത നേടി. സ്കൂൾ തലത്തിൽ നടന്ന ന്യൂമാത്സ് പരീക്ഷയിൽ വിജയിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആഷിൻ നിതീഷ് ഫെബ്രുവരി 9-ന് നടന്ന സബ് ജില്ലാതല ന്യൂമാത്സ് പരീക്ഷയിൽ വിദ്യാലയത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് 1-ാം സ്ഥാനത്തോടെ ജില്ലാതല മത്സരത്തിന് യോഗ്യത നേടിയത് അഭിമാനാർഹമായ നേട്ടമായി.
സ്കൂൾ തല അൽമാഹിർ അറബിക് സ്കോളർഷിപ്പ് പരീക്ഷയിൽ ജേതാക്കളായ കുട്ടികൾ സബ് ജില്ലാ തലത്തിൽ പരീക്ഷ എഴുതി. അഫ്ര മുസ്താഖ്, ആയിഷ ഷിഹാബ്, ഹൂറിയ CK, ലയാന, സഫാട്ടിയും മുഹമ്മദ് ബിൻ അൻസാർ എന്നിവർ UP വിഭാഗത്തിലും, ഫാത്തിമ PA, ഫാത്തിമ CK, ഹാദിയ ഫാത്തിമ, മുഹമ്മദ് ദർവേഷ്, ഹവ്വ മെഹ്റീൻ എന്നിവർ LP വിഭാഗത്തിലും സ്കോളർഷിപ്പിന് അർഹത നേടി. സ്കൂൾ തല ഉറുദു ടാലന്റ് സെർച്ച് പരീക്ഷ നടത്തി തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ നടന്ന എക്സാമിൽ പങ്കെടുക്കുകയും പങ്കെടുത്ത 6 പേരും സംസ്ഥാന തലത്തിൽ സ്കോളർഷിപ്പിന് അർഹരാവുകയും ചെയ്തത് അഭിമാനാർഹമായ വിദ്യാലയ നേട്ടമായി. ഹാദിയ OM, ഫാത്തിമ റിൻസ, വഫിയ ജാഫർ, അർജ ഫാത്തിമ, ഹന ഫാത്തിമ, മിഹ്റ സമദ് എന്നിവരാണ് സ്കോളർഷിപ്പ് നേടിയത്. ഈ അധ്യയന വർഷം നടത്തിയ സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷയിൽ LP, UP വിഭാഗങ്ങളിലായി 4 പേർ സ്കോളർഷിപ്പിന് അർഹത നേടി. ഋതുശ്രീ PK, നയൻ സാവേരി, അനന്തനാരായണൻ, സായോൺ പ്രശാന്ത് എന്നിവരാണ് സ്കോളർഷിപ്പിന് അർഹരായത്. സോഷ്യൽ സയൻസ് പ്രതിഭാ പരിപോഷണ പരിപാടിയായ സ്റ്റെപ്സ് പരീക്ഷ സ്കൂൾ തലത്തിൽ നടത്തി സബ് ജില്ലാ തലത്തിൽ പങ്കെടുക്കേണ്ട കുട്ടികളെ കണ്ടെത്തി പങ്കെടുപ്പിച്ചു. പരിസ്ഥിതി മലിനീകരണത്തെ തോൽപ്പിക്കുക എന്ന ആപ്തവാക്യവുമായി ജൂൺ 5 പരിസ്ഥിതി ദിനം വിദ്യാലയത്തിലെ പൂർവ്വ അധ്യാപകൻ രാജീവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. LP, UP വിഭാഗങ്ങളിൽ പോസ്റ്റർ രചന ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. ആദ്യ ആഴ്ചയിൽ തന്നെ പ്രീ ടെസ്റ്റ് നടത്തി വിദ്യാർത്ഥികളുടെ പഠന നിലവാരം കണ്ടെത്തി. 2 ആഴ്ചക്കാലം ബ്രിഡ്ജ് ക്ലാസ് നൽകി. ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് വിവിധ ഭാഷാ ക്ലബ്ബുകളുടെ രൂപീകരണം നടന്നു. വിദ്യാരംഗം, കലാസാഹിത്യവേദി, അറബിക്, ഉറുദു, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിച്ച് വിജയികളെ കണ്ടെത്തി. പോസ്റ്റർ രചന, LP, UP തലങ്ങളിൽ വായനാ മത്സരങ്ങൾ, സാഹിത്യ ക്വിസ്, വിവിധ ഭാഷകളിലായി രചനാ മത്സരങ്ങൾ, കയ്യെഴുത്ത് മത്സരം എന്നിവ സംഘടിപ്പിക്കപ്പെട്ടു. സ്കൂൾ ലൈബ്രറി പുസ്തകങ്ങൾ ക്ലാസ് തലത്തിൽ വിതരണം ചെയ്യലിന് തുടക്കം കുറിച്ചു. എല്ലാ ക്ലാസുകളിലും കുട്ടികളുടെ നേതൃത്വത്തിൽ ക്ലാസ് ലൈബ്രറി ഒരുക്കി. ഒഴിവുവേളകളിൽ അറിവാഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ക്ലാസ് ലൈബ്രറിയിലെ പുസ്തകങ്ങൾ കുട്ടികളെ സജ്ജരാക്കി. എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം സ്കൂൾ സൗണ്ട് സിസ്റ്റത്തിലൂടെ എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾക്ക് കേൾക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു കുട്ടി ഒരു പുസ്തകം പരിചയപ്പെടുത്തി സംസാരിക്കാൻ തുടക്കമിട്ടു. ഒപ്പം പത്രവായനയും ഇതേ രീതിയിൽ നടത്തി. കൂടാതെ സ്കൂൾ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ രക്ഷിതാക്കൾക്കും എടുത്തു വായിക്കാനുള്ള സൗകര്യമൊരുക്കി. അക്ഷരജ്യോതി എന്ന പദ്ധതിയിലൂടെ നിരവധി രക്ഷിതാക്കൾ സ്കൂൾ ലൈബ്രറിയിൽ അംഗങ്ങളായി പുസ്തക വായന ആരംഭിച്ചു. വിവിധ ഭാഷാ ക്ലബ്ബുകൾക്ക് പുറമെ സയൻസ്, സോഷ്യൽ സയൻസ്, ഗണിതം, IT, ഇക്കോ ക്ലബ്ബുകളും രൂപീകരിച്ച് വിവിധ പ്രവർത്തനങ്ങൾ നടത്തി. കുട്ടികൾ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങൾ വഹിക്കുന്ന എല്ലാ ക്ലബ്ബുകളിലും അതാത് വിഷയം കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ കൺവീനർമാരായി മികച്ച പ്രവർത്തനം കാഴ്ചവച്ചു. അന്തർദേശീയ യോഗാ ദിനത്തിന്റെ ഭാഗമായി ജൂൺ 23 വിദ്യാലയത്തിലും യോഗയുടെ പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി യോഗ കളരി സംഘടിപ്പിച്ചു. ജൂൺ 26 ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലഹരിയോട് നോ പറയൂ, പഠനം ലഹരിയാക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഒരാഴ്ചക്കാലം വിവിധ പരിപാടികളോടെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്ര, വിദ്യാർത്ഥി ശൃംഖല, പ്രതിജ്ഞയെടുക്കൽ, ഫ്ളാഷ് മോബ്, പോസ്റ്റർ പ്രചരണം, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ, ബോധവൽക്കരണ ക്ലാസ്, രചനാ മത്സരം എന്നിവ സംഘടിപ്പിക്കപ്പെട്ടു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ നിസാർ കുലോത്ത് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ജൂലൈ 3 PTA ജനറൽ ബോഡി യോഗം ചേർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. വിദ്യാലയത്തിന്റെ നിലവിലെ ഊർജ്ജസ്വലരായ PTA പ്രസിഡന്റ് സുധീഷ് മുണ്ടേരി, വൈസ് പ്രസിഡന്റ് MPM അഷ്റഫ് എന്നിവരെ യഥാസ്ഥാനത്ത് നിലനിർത്താൻ ജനറൽ ബോഡി യോഗത്തിൽ ധാരണയായി. VV മുന്താസ് മദർ PTA പ്രസിഡന്റായും ജലജ രഞ്ജിത്ത്, റഹീസ VV എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും തെരഞ്ഞെടുക്കപ്പെട്ടു. പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റെടുത്ത യോഗത്തിൽ വെച്ച് ഈ വർഷത്തെ അക്കാദമിക മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്തു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ മുണ്ടേരി സെൻട്രലിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ യോഗത്തിൽ വെച്ച് അനുമോദിച്ചു. അലിഫ് അറബിക് സ്കൂൾ തല ടാലന്റ് സെർച്ച് പരീക്ഷ ജൂലൈ 3 നടന്നു. ജൂൺ മാസം രൂപീകരിക്കപ്പെട്ട സ്കൂൾ തല ക്ലബ്ബുകളുടെ ഉദ്ഘാടനം സംഗീത സംവിധായകയും ഗാനരചയിതാവും അധ്യാപികയുമായ ശ്രീകല ടീച്ചർ ജൂലൈ 10 വ്യാഴാഴ്ച വിദ്യാലയ ഹാളിലെ സംഗീത സാന്ദ്രമായ നിറഞ്ഞ സദസ്സിൽ നിർവഹിച്ചു. ലോക ജനസംഖ്യാ ദിനത്തിന്റെ ഭാഗമായി ജനസംഖ്യാ ദിന ക്വിസ് സംഘടിപ്പിച്ചു. ജൂലൈ 15 സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നു. 6 വീതം മത്സരാർത്ഥികൾ ലീഡർ, ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്തേക്ക് മത്സരിച്ചതിൽ നിന്നും അദീൽ ആർജിത്ത് സ്കൂൾ ലീഡറായും ഹർഷിൻ VV ഡെപ്യൂട്ടി ലീഡറായും തെരഞ്ഞെടുക്കപ്പെട്ടു. ജൂലൈ 21 ചാന്ദ്രദിനത്തിൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ റോക്കറ്റ് മോഡൽ നിർമ്മാണം, വീഡിയോ പ്രദർശനം, ക്വിസ്, പോസ്റ്റർ രചന എന്നിവ നടത്തി. ഇംഗ്ലീഷ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ റീഡിംഗ് ചാലഞ്ച്, സ്പെൽ ബി മത്സരങ്ങളും നടത്തി.
ജൂലൈ 30-ന് LP, UP വിഭാഗങ്ങളിൽ സ്വദേശ് മെഗാ ക്വിസ് സംഘടിപ്പിച്ചു. ദർശിത്, അഷ്മിക, നമ്ര, ഫാത്തിമ എന്നിവർ UP, LP വിഭാഗങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഭാഷാ പ്രതിഭാ പരീക്ഷ വാങ്മയം LP, UP തലങ്ങളിലായി ജൂലൈ 30-ന് നടത്തി. ദർശിത്, നയൻ സാവേരി എന്നിവർ UP വിഭാഗത്തിൽ നിന്നും നമ്ര CK, ഷാസിയ ഷെറിൻ എന്നിവർ LP തലത്തിൽ നിന്നും സബ് ജില്ലയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. സംസ്കൃത ക്ലബിന്റെ നേതൃത്വത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട രാമായണം പ്രശ്നോത്തരിയിൽ ശ്രീരാഗ് KP, അനുഷ്ക K എന്നിവർ യഥാക്രമം 1, 2 സ്ഥാനം നേടി. ഹിന്ദി ദിനാചരണത്തോടനുബന്ധിച്ച് ഹിന്ദി ക്ലബ്ബ് നടത്തിയ വായനാ മത്സരത്തിൽ ആഗ്നേയ, നിയ രാജേഷ്, സിയ ഫാത്തിമ എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനം കരസ്ഥമാക്കി. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും സ്കൌട്ട് ആൻഡ് ഗൈഡ് കബ് ബുൾബുൾ യൂണിറ്റുകൾ രൂപീകരിച്ചു. ചെമ്പിലോട് സ്കൂളിൽ വെച്ച് നടന്ന കണ്ണൂർ നോർത്ത് ലോക്കൽ അസോസിയേഷൻ ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ് ക്യാമ്പിൽ കുട്ടികളെ പങ്കെടുപ്പിച്ചു. സ്കൌട്ട് ആൻഡ് ഗൈഡ് പരിശീലനം നേടിയ അധ്യാപകർ ചിട്ടയായ പരിശീലനമാണ് വിദ്യാലയത്തിൽ നടത്തിവരുന്നത്. ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 10, 11 തീയതികളിലായി നടന്ന ദ്വിതീയ സോപാൻ ടെസ്റ്റിംഗ് ക്യാമ്പിൽ സ്കൌട്ട് ആൻഡ് ഗൈഡ് വിഭാഗങ്ങളിലായി 16 പേരെ പങ്കെടുപ്പിച്ചു. സ്കൌട്ട് ആൻഡ് ഗൈഡ് അധ്യാപകർ നേതൃത്വം നൽകി. നവംബർ 7 സ്കൌട്ട് ആൻഡ് ഗൈഡ് സ്ഥാപക ദിനത്തിൽ നടത്തിയ ക്വിസ് മത്സരത്തിൽ അഷ്മിക രത്നാകരൻ, നയൻ സാവേരി എന്നിവർ ജേതാക്കളായി. സംസ്കൃത ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്കൃതം ക്ലബിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 13-ന് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടു. കുട്ടികൾ സംസ്കൃത ഭാഷ പ്രതിജ്ഞയെടുത്തു. സ്കൂൾ തല ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേള ഓഗസ്റ്റ് 12-ന് വിദ്യാലയത്തിലെ മുഴുവൻ ക്ലാസ് മുറികളിലുമായി സെക്ഷൻ തിരിച്ച് നടത്തി. വിദ്യാർത്ഥികളുടെ കരകൌശല മികവുകളുടെ വർണ്ണവസന്തമൊരുക്കിയ ചാരുതയിൽ വിരിഞ്ഞ ഉൽപ്പന്നങ്ങൾ വിദ്യാലയ അങ്കണത്തിൽ വലിയ എക്സിബിഷനായി മാറി. വിജയികളെ കണ്ടെത്തി സബ് ജില്ലാതല മത്സരത്തിനു വേണ്ട മികച്ച പരിശീലനം അധ്യാപകരുടെ നേതൃത്വത്തിൽ നൽകി. ഓഗസ്റ്റ് 6, 9 തീയതികളിൽ സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ഹിരോഷിമ, നാഗസാക്കി ദിനങ്ങൾ ആചരിച്ചു. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം സമുചിതമായി ആചരിച്ചു. വിദ്യാലയ അങ്കണത്തിൽ രാവിലെ 9:30-ന് പ്രധാന അധ്യാപിക ആശാലത ടീച്ചർ പതാക ഉയർത്തി. ശേഷം കുട്ടികളുടെ ദേശഭക്തി ഗാനാലാപനവും അധ്യാപകരും കുട്ടികളും ചേർന്ന സ്വാതന്ത്ര്യദിന പ്രഭാഷണവും നടന്നു. ബാലസഭ, സാഹിത്യ സമാജം സംഘടിപ്പിച്ച് കുട്ടികൾക്ക് പരിപാടികൾ അവതരിപ്പിക്കാൻ അവസരമൊരുക്കി. ഉച്ചയ്ക്ക് പായസ വിതരണം നടത്തി. PTA, MPTA അംഗങ്ങൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. ഈ വർഷത്തെ ഓണാഘോഷം തിമിർദോം 2K25 നിരവധി പരിപാടികളോടെ തകർത്ത് ആഘോഷിച്ചു. ബലൂൺ പൊട്ടിക്കൽ, തവളച്ചാട്ടം, മിഠായി പെറുക്കൽ, സുന്ദരിക്ക് പൊട്ടുതൊടൽ, സുന്ദരന് മീശ വരയൽ, ലെമണേൻ സ്പൂൺ തുടങ്ങി വിവിധ മത്സരങ്ങൾ LP, UP, KG വിഭാഗങ്ങളിൽ നടത്തി. രക്ഷിതാക്കൾക്കു വേണ്ടി നടത്തിയ മെഹന്തിയിടൽ, മ്യൂസിക്കൽ ചെയർ, സൂചിയിൽ നൂൽ കോർക്കൽ എന്നിവ ആവേശം പകരുന്നതായി മാറി. കുട്ടികൾ ക്ലാസുകളിൽ പൂക്കളമൊരുക്കി. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യയൊരുക്കി. കലാവിരുന്നിന്റെ വർണ്ണപ്പകിട്ടുമായി സെപ്റ്റംബർ 18 വ്യാഴാഴ്ച 4 വേദികളിലായി സ്കൂൾ കലോത്സവം രംഗോലി അരങ്ങേറി. LP, UP വിഭാഗങ്ങളിൽ 48 ഇനങ്ങളിൽ അരങ്ങേറിയ മത്സരങ്ങളിൽ നിന്ന് സ്കൂൾ തല വിജയികളെ കണ്ടെത്തി. സമാപന സമ്മേളനത്തിൽ വെച്ച് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. MPTA പ്രസിഡന്റ് ശ്രീമതി മുംതാസ് VV, മാനേജർ പ്രതിനിധി ശ്രീ അരവിന്ദാക്ഷൻ, പ്രധാന അധ്യാപിക ആശാലത ടീച്ചർ, സീനിയർ അധ്യാപകരായ ശോഭന ടീച്ചർ, ഹരീഷ് മാസ്റ്റർ എന്നിവർ ചേർന്ന് ഉപഹാര സമർപ്പണം നടത്തി. ശേഷം ഓരോ ഇനത്തിനും അധ്യാപകർക്ക് ചാർജ് നൽകി. സബ് ജില്ലാ കലോത്സവത്തിന് മത്സരിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കി മാറ്റി. സെപ്റ്റംബർ 25-ന് നടന്ന സഹപാഠി അറിവുത്സവത്തിൽ അഫ്ര മുസ്താഖ്, ധ്യാൻ കൃഷ്ണ എന്നിവർ 1, 2 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. സ്കൂൾ തല IT ക്വിസിൽ അഫ്ര മുസ്താഖ്, അനുഷ്ക എന്നിവർ വിജയികളായി തെരഞ്ഞെടുക്കപ്പെട്ടു. ചന്ദ്രിക KSTU CH പ്രതിഭ ക്വിസ് മത്സരത്തിൽ അഷ്മിക രത്നാകരൻ, ഹംദ ഫാത്തിമ എന്നിവർ യഥാക്രമം 1, 2 സ്ഥാനത്തെത്തി. ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പോസ്റ്റർ നിർമ്മാണം, ഗാന്ധി ക്വിസ്, ബാപ്പുജിക്കൊരു കത്ത് എന്നീ മത്സരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. ഒരാഴ്ചക്കാലം സേവനവാരമായി ആചരിച്ചു. ഒക്ടോബർ 15 ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേയിൽ കുട്ടികൾക്ക് ശുചിത്വ പരിപാലന പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാന അധ്യാപികയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണം നൽകി. നവംബർ 14-ന് ശിശുദിനം വിപുലമായി ആഘോഷിച്ചു. നഴ്സറി കുട്ടികളുടെ ശിശുദിനാഘോഷം വിദ്യാലയ ഹാളിൽ റിട്ടയർഡ് അധ്യാപികയും എഴുത്തുകാരിയുമായ പത്മിനി ടീച്ചർ നിർവഹിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും നെഹ്റു അനുസ്മരണവും നടന്നു. 1ാം തരം വിദ്യാർത്ഥികളുടെ പലഹാരമേളയും 2ാം തരത്തിൽ ഫ്രൂട്ട് സലാഡ് നിർമ്മാണവും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു.
കുട്ടികളെ പ്രകൃതിയുമായി അടുത്തറിയാൻ സാധിക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ ഹരിതസേന സ്കോളർഷിപ്പിന്റെ ഭാഗമായി നടന്നു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഹരിത കർമ്മസേന അംഗം ഉഷാകുമാരിയുമായി അഭിമുഖം സംഘടിപ്പിച്ചു. സ്കോളർഷിപ്പിന് തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളും അധ്യാപകരും മുണ്ടേരി പഞ്ചായത്ത് തല ഹരിതസേന മാലിന്യ സംസ്കരണ കേന്ദ്രം സന്ദർശിച്ചു. വിദ്യാലയത്തിൽ പച്ചക്കറിത്തോട്ടവും ജൈവ വൈവിധ്യ പാർക്കും ഒരുക്കി. ഫെബ്രുവരി മാസം ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി വിളവെടുപ്പ് നടത്തി. പഠന പ്രവർത്തന ആസൂത്രണത്തിന്റെ ഭാഗമായി ഒക്ടോബർ 27-ന് മൂന്നാം തരത്തിൽ വിപുലമായ പലഹാരമേള സംഘടിപ്പിച്ചു. ക്ലാസ് അധ്യാപകർ നേതൃത്വം നൽകി. ഒക്ടോബർ 30-ന് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായുള്ള വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പിനെ കുറിച്ച് എടക്കാട് ഹരിത കേരളം മിഷൻ കോഓർഡിനേറ്റർ കെ നാരായണൻ കുട്ടികൾക്ക് പരിശീലന ക്ലാസ് നൽകി. ഇതിന്റെ ഭാഗമായി സ്കൂളിൽ ഹരിതസഭ രൂപീകരിച്ചു. നാജിയ ടീച്ചർക്ക് ചാർജ് നൽകി. കേരളപ്പിറവി ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ ഭരണഭാഷാ വാരാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാരംഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് പ്രശ്നോത്തരി, രക്ഷിതാക്കൾക്ക് ആസ്വാദനക്കുറിപ്പ് മത്സരം എന്നിവ സംഘടിപ്പിച്ചു. രക്ഷിതാക്കളിൽ നസ്രിയ മനാസ്, മുബഷിറ VP, സത്ന എന്നിവർ യഥാക്രമം ആദ്യ 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. പ്രശ്നോത്തരിയിൽ ദർശിത്ത്, നയൻ സാവേരി, അഷ്മിക രത്നാകരൻ എന്നിവർ വിജയം നേടി. തുടർച്ചയായ 2ാം വർഷവും പഞ്ചായത്തിന്റെ അംഗീകാരം വിദ്യാലയത്തെ തേടിയെത്തി. കഴിഞ്ഞ വർഷം പഞ്ചായത്തിലെ മികച്ച ഹരിത വിദ്യാലയമായി തെരഞ്ഞെടുക്കപ്പെട്ട മുണ്ടേരി സെൻട്രൽ ഈ വർഷം മുണ്ടേരി ഗ്രാമപഞ്ചായത്തിന്റെ ഇക്കോ സെൻസ് സ്കോളർഷിപ്പ് ശുചിത്വ പഠനോത്സവത്തിൽ മികച്ച വിദ്യാലയത്തിനുള്ള പുരസ്കാരം നേടി. ആഷിൻ നിതീഷ്, ദിയാന CK, അഷ്മിക രത്നാകരൻ, അനുഷ്ക, ഹംദ എന്നീ കുട്ടികൾ സ്കോളർഷിപ്പിന് അർഹത നേടി. നവംബർ 12-ന് സ്കൂൾ തല സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചു. വിവിധ ഇനങ്ങളിൽ മത്സരം സംഘടിപ്പിച്ച് വിജയികളെ കണ്ടെത്തി. നവംബർ 26-ന് കണ്ണൂരിൽ വച്ച് നടന്ന സബ് ജില്ലാതല സ്പോർട്സ് മീറ്റിൽ കുട്ടികളെ പങ്കെടുപ്പിച്ചു. മുണ്ടേരി ലാലിക ടറഫിൽ വച്ച് 6-7 ക്ലാസുകളിലെ കുട്ടികൾക്കു വേണ്ടി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 7B ക്ലാസ് ജേതാവായി, 6C ക്ലാസ് റണ്ണറപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഡിസംബർ 18 അറബി ദിനാചരണത്തിന്റെ ഭാഗമായി സ്പെഷ്യൽ അസംബ്ലി, പോസ്റ്റർ രചനാ മത്സരം, അറബിക് എക്സ്പോ, കാലിഗ്രാഫി മത്സരം എന്നിവ സംഘടിപ്പിച്ചു. അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷം ഡിസംബർ 23-24 തീയതികളിൽ വിന്റർ വൈബ് എന്ന പേരിൽ ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് സുധീഷ് മുണ്ടേരി ഉദ്ഘാടനം നിർവഹിച്ച ക്യാമ്പിന് ജിഷ്ണു മാസ്റ്റർ നേതൃത്വം നൽകി. ഗണിതം, ഇംഗ്ലീഷ്, ഒറിഗാമി, നാടൻപാട്ട് ശില്പശാലകൾ, ഐസ് ബ്രേക്കിംഗ് സെഷൻ, പ്രഭാത സവാരി, മോർണിംഗ് എക്സസൈസ് എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. PTA നേതൃത്വത്തിൽ എല്ലാ നേരവും വിഭവസമൃദ്ധമായ വിഭവങ്ങൾ ഒരുക്കി. അഷ്റഫ് അലി, ജിഷ്ണു നിള്ളങ്ങൽ, ഉനൈസ് മാസ്റ്റർ, റീന ടീച്ചർ, നിഖിൽ KP, മുണ്ടേരിമുട്ട ഫിറ്റ് ആൻഡ് ബോക്സ് ടീം എന്നിവർ സെഷനുകൾ നേതൃത്വം നൽകി. കുട്ടികളിൽ ആവേശവും ഉണർവും ഊർജ്ജസ്വലതയും വ്യക്തിത്വ വികാസവും പ്രദാനം ചെയ്യാൻ ക്യാമ്പിന് സാധിച്ചു. ജനുവരി 26 റിപ്പബ്ലിക് ദിനം സമുചിതമായി ആചരിച്ചു. പ്രധാന അധ്യാപിക ആശാലത ടീച്ചർ വിദ്യാലയ അങ്കണത്തിൽ പതാക ഉയർത്തി. അധ്യാപകരും കുട്ടികളും ചേർന്ന് ദേശഭക്തി ഗാനാലാപനം, റിപ്പബ്ലിക് ദിന പ്രസംഗങ്ങൾ എന്നിവ നടത്തി. PTA MPTA അംഗങ്ങൾ പങ്കെടുത്തു. മുണ്ടേരി ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിന ക്വിസ് സംഘടിപ്പിച്ചു. അഷ്മിക, നയൻ സാവേരി എന്നിവർ 1-2 സ്ഥാനങ്ങൾ നേടി. വിവിധ പഠനയാത്രകൾ ഈ വർഷം സംഘടിപ്പിക്കപ്പെട്ടു. LP UP വിഭാഗം ഏകദിന പഠനയാത്ര ജനുവരി 31-ന് കുറ്റ്യാടി ആക്റ്റീവ് പ്ലാനറ്റിലേക്ക് നടത്തി. 150ഓളം കുട്ടികൾ, 18 അധ്യാപകർ എന്നിവർ 3 വാഹനങ്ങളിലായി യാത്ര തിരിച്ചു. യാത്ര കുട്ടികൾക്ക് നവ്യാനുഭവമായി. LSS USS നേടി വിദ്യാലയത്തിന് അഭിമാനമായി മാറിയ 33 കുട്ടികൾക്ക് സ്കൂൾ മാനേജ്മെന്റ് സൌജന്യ ഏകദിന യാത്ര സംഘടിപ്പിച്ചു. സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 7-ന് പ്രകൃതിയെ തൊട്ടറിഞ്ഞുകൊണ്ടൊരു യാത്ര പഴയങ്ങാടി മാടായിപ്പാറയിലേക്കു നടത്തി. 60 കുട്ടികളും സയൻസ് അധ്യാപകരും പങ്കെടുത്തു. യാത്രയെക്കുറിച്ച് മികച്ച വിവരണം തയ്യാറാക്കി അഫ്ര മുസ്താഖ്, നൈനിക ഷിജിത് എന്നിവർ ജേതാക്കളായി. സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ഫോക്ലോർ അക്കാദമി, കണ്ണൂർ കോട്ട, അറക്കൽ മ്യൂസിയം, ലൈറ്റ് ഹൌസ്, പയ്യാമ്പലം ബീച്ച് എന്നിവിടങ്ങളിലേക്ക് ചരിത്രാന്വേഷണ യാത്ര സംഘടിപ്പിച്ചു. 120 കുട്ടികൾ പങ്കെടുത്തു. സോഷ്യൽ സയൻസ് അധ്യാപകർ നേതൃത്വം നൽകി. പഠനയാത്രയെക്കുറിച്ച് മികച്ച വിവരണം എഴുതിയവരിൽ നിന്ന് ഋതുൽ രാജ് ജേതാവായി. ജനുവരി 7, 8, 9 തീയതികളിലായി ബഷീർ മാസ്റ്ററുടെ നേതൃത്വത്തിൽ കന്യാകുമാരി, തിരുവനന്തപുരം പഠന വിനോദയാത്ര സംഘടിപ്പിച്ചു. 60 കുട്ടികളും 10 അധ്യാപകരും യാത്രയുടെ ഭാഗമായി. കന്യാകുമാരി വിവേകാനന്ദ പാറ, തിരുവനന്തപുരം നിയമസഭാ മന്ദിരം, പ്ലാനറ്റേറിയം, മ്യൂസിയം, വിവിധ ബീച്ചുകൾ എന്നിവ യാത്രാ സംഘം സന്ദർശിച്ചു. കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജിൽ നടന്ന ക്വാണ്ടം സെഞ്ചുറി എക്സിബിഷൻ സയൻസ് അധ്യാപകരും കുട്ടികളും ചേർന്ന് സന്ദർശിച്ചു. 20ാം നൂറ്റാണ്ടിലെ ശാസ്ത്ര കൌതുകങ്ങൾ ആകർഷകമായി.
2025-26 അക്കാദമിക വർഷം നമ്മുടെ കുട്ടികൾ ആർജിച്ച പഠന മികവുകളുടെ വിശാലമായ പ്രദർശനവുമായി ഫെബ്രുവരി 17 വിദ്യാലയത്തിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റസീന CK ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ചടങ്ങിൽ കണ്ണൂർ നോർത്ത് AO സുജിത് N വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. വിഷയാടിസ്ഥാനത്തിൽ വിവിധ ക്ലാസ് മുറികളിലായി സ്റ്റാളുകൾ ഒരുക്കി. കുട്ടികൾ തയ്യാറാക്കിയ വിവിധ പഠനോപകരണങ്ങൾ, മാസികകൾ, പരീക്ഷണങ്ങൾ, കലാമേളകൾ എന്നിവ ഒന്നിനൊന്ന് മികച്ചു നിന്നു. 400-ലധികം രക്ഷിതാക്കൾ, നാട്ടുകാർ, ജനപ്രതിനിധികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ പഠനോത്സവം നേരിട്ട് കാണാനെത്തിയത് വിദ്യാർത്ഥികൾക്ക് വലിയ പ്രോത്സാഹനവും വൻ വിജയവുമായി മാറി. 6ാം തരത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് വനിതാ ശിശു വികസന വകുപ്പിന്റെ എടക്കാട് അഡീഷണൽ ICDS സൈക്കോ സോഷ്യൽ സർവീസ് പദ്ധതിയുടെ ഭാഗമായി കൌമാര ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഇരുവേരി FHCയിലെ ഡോക്ടർ ക്ലാസ് കൈകാര്യം ചെയ്തു. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. മാർച്ച് 16 വൈകുന്നേരം 5 മണിക്ക് വിദ്യാലയ അങ്കണത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റസീന CK ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ PTA വൈസ് പ്രസിഡന്റ് MPM അഷ്റഫ് ഇഫ്താർ സന്ദേശം നൽകി. 7ാം തരം വിദ്യാർത്ഥികളുടെ യാത്രയയപ്പും പരിപാടിയുടെ ഭാഗമായി നടന്നു. ഈ വർഷം UKGയിൽ നിന്നും 1ാം തരത്തിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് മാർച്ച് 28 ശനിയാഴ്ച വിദ്യാലയ ഹാളിലൊരുക്കിയ വർണ്ണാഭമായ വേദിയിൽ കോൺവോക്കേഷൻ സെറിമണിയൊരുക്കി. PTA പ്രസിഡന്റ് സുധീഷ് മുണ്ടേരി ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും മെഡലുകളും വിതരണം ചെയ്തു. മാർച്ച് 31 ചൊവ്വാഴ്ച 10:30 മുതൽ 1 മണി വരെ വിദ്യാലയത്തിൽ അഡ്മിഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഈ അധ്യയന വർഷത്തെ സ്കൂൾ വാർഷികാഘോഷവും നഴ്സറി ഫെസ്റ്റും ഏപ്രിൽ 1 ബുധനാഴ്ച നടത്താൻ തീരുമാനമായി. ഒപ്പം 36 വർഷത്തെ കർമ്മനിരതമായ സേവനത്തിനു ശേഷം വിദ്യാലയത്തിൽ നിന്നും വിരമിക്കുന്ന ശോഭന ടീച്ചർക്കുള്ള യാത്രയയപ്പും ആഘോഷപൂർവ്വം നടത്താൻ തീരുമാനിച്ചു. ഇതിനു മുന്നോടിയായുള്ള സംഘാടക സമിതി യോഗം മാർച്ച് 4 ചേർന്ന് കമ്മിറ്റികൾ രൂപീകരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനേഷ് VK യോഗം ഉദ്ഘാടനം ചെയ്തു. PTA MPTA സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് അംഗങ്ങളും ജനപ്രതിനിധികളും പങ്കെടുത്തു. പഠന പാഠ്യേതര മേഖലകളിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ മുന്നേറുകയാണ് നമ്മുടെ വിദ്യാലയം. പഠനത്തിൽ അല്പം ശ്രദ്ധ നൽകേണ്ട കുട്ടികളെ പാദവാർഷിക പരീക്ഷയോടെ കണ്ടെത്തി അവർക്ക് മികച്ച പിന്തുണ നൽകാൻ രാവിലെ 9 മണി മുതൽ 10 മണി വരെ ദിവസവും LP UP വിഭാഗങ്ങളിലായി പ്രത്യേകം പഠന പിന്തുണാ ക്ലാസുകൾ നടത്തിവരുന്നു. LSS USS പരീക്ഷകൾക്ക് കുട്ടികളെ തയ്യാറാക്കുന്നതിനു വേണ്ടി വർഷം മുഴുവൻ നീണ്ടുനിൽക്കുന്ന അതിതീവ്ര പരിശീലനമാണ് അധ്യാപകരുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ സമയം കണ്ടെത്തി നടത്തിവരുന്നത്. ചിട്ടയായും അർപ്പണബോധത്തോടെയുമുള്ള പഠനമാണ് കഴിഞ്ഞ അക്കാദമിക വർഷം ഉജ്ജ്വല വിജയം കരസ്ഥമാക്കാൻ വിദ്യാലയത്തെ പ്രാപ്തമാക്കിയത്. 3ാം തരം വിദ്യാർത്ഥികൾക്കായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ FLS പരീക്ഷയ്ക്ക് മാസങ്ങളായുള്ള ചിട്ടയായ പരിശീലനം കുട്ടികളിൽ ആത്മവിശ്വാസം നിറച്ചു. പാദവാർഷിക, അർദ്ധവാർഷിക പരീക്ഷകൾക്കു ശേഷം വിശദമായ PTA മീറ്റിംഗുകൾ വഴി കുട്ടികളിലെ പഠന പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഓരോ കുട്ടിയെക്കുറിച്ചും വ്യക്തിഗത മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. ഇതിന്റെ ഭാഗമായി E ഗ്രേഡിലെത്തിയ കുട്ടികൾക്ക് പരീക്ഷകൾക്കു ശേഷം 2 ആഴ്ച സ്പെഷ്യൽ ക്ലാസ് നൽകി സ്പെഷ്യൽ പരീക്ഷകൾ നടത്തി അവരെ മുൻപോട്ട് കൊണ്ടുവരാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. BRC തലത്തിൽ ഉനൈസ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ വിദ്യാലയ സന്ദർശനം നടത്തി മോണിറ്റർ ചെയ്തു. കുട്ടികളിൽ ആത്മവിശ്വാസവും ഏകാഗ്രതയും വ്യക്തിത്വ വികാസവും ഉണർത്തുന്നതിനു വേണ്ടി ശനി ഞായർ ദിവസങ്ങളിലായി അബാക്കസ്, കരാട്ടെ ക്ലാസുകളും അത്യാധുനിക മാതൃകയിലുള്ള കമ്പ്യൂട്ടർ ക്ലാസുകളും വിവിധ ബോധവൽക്കരണ ക്ലാസുകളും നടത്തിവരുന്നു. വിജ്ഞാനത്തിനു പുറമെ മികച്ച ഭൗതിക സാഹചര്യവും സൗകര്യവും മാനേജ്മെന്റ് വിദ്യാലയത്തിൽ ഒരുക്കിയിരിക്കുന്നു. ദിനംപ്രതി നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിദ്യാലയം. 18 മുറികളുള്ള പുതിയ കെട്ടിടത്തോടൊപ്പം മുദ്രാ കമ്മിറ്റിയുമായി ചേർന്ന് 12 മുറികളുള്ള പുതിയൊരു കെട്ടിട സമുച്ചയം കൂടി വിദ്യാലയത്തിന്റെ പുറകുവശത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ശാസ്ത്ര ഉപകരണങ്ങൾ സ്വയം കൈകാര്യം ചെയ്തു പഠിക്കാൻ സഹായിക്കുന്ന 60 ശാസ്ത്ര ഉപകരണങ്ങൾ ഉൾക്കൊള്ളുന്ന സബ് ജില്ലയിലെ തന്നെ വിശാലമായ ശാസ്ത്ര പാർക്ക്, വിശാലമായ കമ്പ്യൂട്ടർ ലാബ്, 4000-ത്തിനടുത്ത് പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന സ്കൂൾ ലൈബ്രറി, ആധുനിക രീതിയിലുള്ള ഫർണിച്ചറുകളും സ്മാർട്ട് ക്ലാസ് മുറിയും, എല്ലാ ഭാഗങ്ങളിലേക്കും സുഖയാത്രയൊരുക്കാൻ 5 വാഹനങ്ങളും, സേവന തൽപരരായ 7 തൊഴിലാളികളും, അർപ്പണബോധത്തോടെ ഊർജ്ജസ്വലരായി പ്രവർത്തിക്കുന്ന 36 അധ്യാപകർ, ഒരു ഓഫീസ് അസിസ്റ്റന്റ്, 2 ആയമാർ, 2 പാചക തൊഴിലാളികൾ എന്നിങ്ങനെ KG, LP, UP വിഭാഗങ്ങളിലായുള്ള കുട്ടികൾക്കു വേണ്ടി കർമ്മനിരതമായി സേവനമനുഷ്ഠിക്കുന്നു. 800-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ വികസനോന്മുഖമായ പ്രവർത്തനത്തിന് എന്നും കൂടെ നിൽക്കുന്ന മാനേജ്മെന്റ്, PTA, രക്ഷിതാക്കൾ, നാട്ടുകാർ ഏവർക്കും ഈ അവസരത്തിൽ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു.
മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി മാറുന്ന വിദ്യാലയ അന്തരീക്ഷത്തിലെ വിജയഗാഥകൾ ഇനിയും അടുത്ത അധ്യയന വർഷവും തുടരേണ്ട ഉത്തരവാദിത്വം നമ്മളിൽ നിക്ഷിപ്തമാണ് എന്ന ഉത്തമ ബോധത്തോടെ കഠിനാധ്വാനത്തിൽ കോർത്ത വേനൽ മഴത്തുള്ളിയായി മുണ്ടേരി സെൻട്രലിന്റെ അക്ഷരമുറ്റം ഇനിയും സജീവമാകും എന്ന ദൃഢപ്രതിജ്ഞയോടെ റിപ്പോർട്ട് ഏവരുടെയും അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു.